ഫുട്ബോൾ ലോകകപ്പ് ആവേശം മലയോര മണ്ണിലേക്ക് എത്തിയപ്പോൾ വ്യത്യസ്ത കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഇടുക്കി FC കുളമാവ്, പ്ലാൻ ബി കുളമാവ് എന്നീ ഫുട്ബോൾ ടീമുകളുടെ ആവേശം വർഷങ്ങളായി നാട് അറിയുന്നതാണ്. മെസ്സിയുടെയും നെയ്മറിന്റെയും ഭീമൻ കട്ടൗട്ട് കുളമാവ് ഡാമിൽ ഉയർത്തിയാണ് ഇത്തവണ കുളമാവുകാർ വ്യത്യസ്തരാകുന്നത്. കണ്ടുവരാം ഇടുക്കി കുളമാവിലെ ആവേശം. മലയോരത്തെ മറ്റൊരാവേശം വലിയ തോതിൽ നമ്മൾ കാണുകയാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് കുളമാവ് ഡാമിനടുത്താണ്. കുളമാവ് ഡാമിനകത്ത് മെസ്സി നെയ്മറും അങ്ങനെ തലപൊക്കി നിൽക്കുകയാണ്. ഇവിടെ കുളമാവ് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവിടെ ഇവിടുത്തെ ആളുകളുണ്ട്, ഇവിടുത്തെ നാട്ടുകാരാണ് എല്ലാവരും, ഇവിടുത്തെ യുവാക്കളാണ്, ചേച്ചിമാരൊക്കെ ഉണ്ട്. വലിയ ആവേശത്തിലാണ്, വേൾഡ് കപ്പ് ആവേശത്തിലാണ്. എവിടെ എത്തി കാര്യങ്ങൾ? കുളമാവിനെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് നടക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. പ്ലാൻ ബിയുടെ ആവേശം വലിയ ആവേശം ഇവിടെ വന്ന് കണ്ടിട്ട്. ആദ്യം മെസ്സിയാണ് അവിടെ ഉയർത്തിയത്. എന്ത് പറ്റിയ അങ്ങനെ മെസ്സി ആദ്യം തൂക്കിയോ? അങ്ങനെയല്ല, ഞങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ആളുകളുടെ കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ പുറത്തുള്ള ദിലീപ്, ജീസ് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഞങ്ങളെ സഹായിക്കുന്നത്. ഫണ്ട് വേണമല്ലോ ഇതിന്. അപ്പോൾ അതിൻ്റേതായ ഒരു ചട്ടക്കൂട് ഒരുക്കി വരുന്നതിൽ നേരിട്ട് താമസമാണ് ഞങ്ങൾ ഫ്ലെക്സ് വെക്കാൻ താമസിച്ചത്. പക്ഷേ താമസിച്ചാലും അതിൻ്റേതായ ഒരു ലെവൽ കാണുന്നുണ്ടല്ലോ. മെസ്സി എത്ര അടിയുണ്ട്? മെസ്സി 22 അടി. 22 to 24 ഉണ്ട് വീതിയോടെ കൂട്ടും. അതെന്ത് പറ്റി കുറഞ്ഞു പോയി? നമ്മൾ ആദ്യം വെച്ചല്ലേ, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവർ വെക്കുന്നത് നമ്മുടെ കണ്ടല്ലോ ഇവർ കോപ്പി അടിക്കുന്നത്. ഞങ്ങൾ കണ്ട് കോപ്പി അടിച്ചത് എല്ലാ കൊല്ലവും ഞങ്ങളിത് വെക്കുന്നതാണ്. എല്ലാ കൊല്ലവും ഇതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചെറിയ ഡയലോഗ് അടിക്കുന്നു, പിന്നെ അത് വലിയ വിഷയമാകുന്ന അങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് ഞങ്ങളൊന്നും മിണ്ടുന്നില്ല. നമ്മളാണല്ലോ ആദ്യം വെച്ചത്, കണ്ടിട്ട് കോപ്പി അടിക്കുന്നത്. അന്ന് ഇവരുടെ കരച്ചിലെല്ലാം നമ്മൾ മഴയിലൂടെ മനസ്സിലാക്കിയതാണ്. ഇന്ന് പ്രകൃതി ഞങ്ങൾക്ക് ഒരുങ്ങി നിന്ന് വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കരച്ചിലില്ല, ഞങ്ങൾക്ക് കരച്ചിലില്ല. ഞങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇവരടിച്ചേക്കുന്നത്. ഇപ്പോഴും 5 സ്റ്റാർ ഉണ്ട് ഇവർക്ക്. ഈ കൊല്ലം അടിച്ചാൽ 4 ഉള്ളൂ. കരഞ്ഞോട്ടെ എനിക്കത്രേ ഉള്ളൂ, കരഞ്ഞോട്ടെ. അൾജീരിയായിട്ടാണല്ലോ ആദ്യത്തെ കളി. അതെങ്ങനെയുണ്ടോ? ഉറപ്പായിട്ടും ഞങ്ങൾ എന്തായാലും ചെയ്യും. ഞങ്ങൾ ഈ പ്രാവശ്യം ഫൈനലിൽ കാണുകയും ചെയ്യും, കപ്പ് അടിക്കും. തീർച്ചയായും കപ്പടിക്കും. ഞങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ഞങ്ങൾ ക്വാർട്ടറിലേക്ക് കയറും, ഉറപ്പായിട്ടും കയറും. ഫൈനലിൽ ഉറപ്പായിട്ടും അടിക്കും. ഞങ്ങൾ കപ്പടിക്കുക. പഴയ ഒരു പ്രതാപോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ പ്രതാപം ഇല്ലാത്തൊരു 10-12 കൊല്ലം ആയിട്ട് പോലും ഞങ്ങളുടെ കപ്പിന്റെ എണ്ണത്തിനൊപ്പം ഒന്നും ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഈ തവണ ഞങ്ങൾ കപ്പടിക്കുമെന്നൊരു ശുഭാശുവിശ്വാസത്തിൽ തന്നെയാണ്. പിള്ളേരുടെ ആവേശം. ഇവർ 2 ടീമായിട്ട് നിൽക്കുന്നെങ്കിലും അവർ ഫ്ലെക്സ് വെക്കാനൊക്കെ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു. അതൊരു നാടിൻ്റെ ആവേശം തന്നെയാണ്. നാടിൻ്റെ ആവേശം ജനങ്ങളും യുവാക്കൾ മാത്രമല്ല, പ്രായമായവരും എല്ലാം ഇതിൽ ആവേശത്തിനോട് തന്നെയാണ്. ഇവരെല്ലാവരും നല്ല ഹാപ്പിയായിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പോണ പിള്ളേരാണ്. ഒരേ ടീമായിട്ടാണ് ഇവർ ഇവിടെ നാട്ടിൽ ജീവിക്കുന്നത്, നാട്ടിൽ കളിക്കാൻ ഇറങ്ങുന്നതൊക്കെ. അത് കുളമാവ് ബി, പ്ലാൻ ബി എന്ന പേരിലാണ് അവരുടെ ടീമുള്ളത്. ഏതായാലും ആ ആവേശത്തിലാണ് എല്ലാവരും. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.